നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജനുവരി 14 ഞായറാഴ്ച മുതൽ ജനുവരി 20 ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാല മേടക്കൂറുകാർക്ക് 15 വരെ സൂര്യൻ 9-ലാണ്. 15 ശേഷം സൂര്യൻ 10 വരും. 9 നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പലവിധേന ദുരിതങ്ങള്, ദുഃഖങ്ങള്, അപമാനം ഉണ്ടാവുക, ഇങ്ങനെയുള്ളൊരു മോശഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ ഈ ഞായറാഴ്ച തിങ്കളാഴ്ച തന്നെ സൂര്യൻ 10 വരും. അപ്പൊ ഈ വരുന്ന വാരം സൂര്യൻ 10-ലാണ് കൂടുതൽ നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ 10 നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ടുള്ള നല്ല ഫലമാവും നമുക്ക് ജീവിതത്തിൽ ചന്ദ്രാൽ അനുഭവിക്കാൻ ഇടവരിക എന്നൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. തിങ്കളാഴ്ചക്ക് ശേഷം സൂര്യൻ 10 വരുമ്പോൾ കർമ്മസിദ്ധി ഉണ്ടാവുക, എല്ലായിടവും വിജയം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ വരിക. 9 നിൽക്കുന്നതായിട്ടുള്ള സൂര്യന്റെ നേരെ വിപരീത ഫലമാണ്. അതായത് സൂര്യൻ 9 നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന കാലയളവാണ് തിങ്കളാഴ്ചക്ക് ശേഷം സൂര്യൻ 10 വരുമ്പോൾ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം കർമ്മസിദ്ധി ഉണ്ടാവുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല ഫലം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് വരിക. നല്ല ഫലം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക. അതേപോലെ തന്നെ ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള സൂചനയുണ്ട്. പക്ഷെ മേടക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് ചൊവ്വ നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരാത്ത അവസ്ഥ, നല്ല ഫലം വരാത്ത അവസ്ഥ, വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, പലവിധ വ്യാധികൾ വന്നു ചേരുക. അപ്പൊ ഈ 9 നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ ഭദ്രകാളി ഭഗവതിയെ പ്രത്യേകിച്ച് മനസ്സിരുത്തി വിചാരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചോളൂ. ഈ 9 നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. 9 തന്നെയാണ് ബുധൻ. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക, പ്രത്യേകിച്ച് പനി പോലെയുള്ള അസുഖങ്ങൾ വരിക. കുറച്ചു കാലമായിട്ട് വ്യാഴം ജന്മത്തിലാണ് മേടക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കലഹം ഉണ്ടാവുക, ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക, നമുക്ക് വേണ്ടുന്ന ബുദ്ധി തോന്നാത്ത അവസ്ഥ. അതേപോലെ തന്നെ കലഹം ഉണ്ടാവുന്നതൊന്നും നമുക്ക് ആർക്കും ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കലഹം എന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ ഈ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ആ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. നമ്മൾ കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമത്തെ കൂടുതൽ ജപിച്ചോളൂ. അപ്പൊ ഈ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലം ഒഴിവാകുകയും ചെയ്യും, ഈശ്വരാധീനം വന്നു ചേരുകയും ചെയ്യും. ഈശ്വരാധീനം വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഏത് ഗ്രഹങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലല്ലോ, അല്ലേ? 19 വരെ ശുക്രൻ 8-ലും അതിനുശേഷം 9-ലേക്കാവും. 8-ൽ നിന്ന് കഴിഞ്ഞാലും 9-ൽ നിന്ന് കഴിഞ്ഞാലും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 8-ൽ നിൽക്കുമ്പോൾ ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലേക്ക് ശുക്രൻ വരുമ്പോൾ കുറച്ചും കൂടി നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ഭാഗ്യങ്ങൾ കൂടുക, ധർമ്മകാര്യസിദ്ധി ഉണ്ടാവുക, ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. പൊതുവിൽ സുഖം അനുഭവിക്കുന്ന ഒരു ഫലത്തെയാണ് 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് 11-ലാണ് ശനി. പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജ്യോതിഷത്തെ പൊതുവെ വീക്ഷിക്കുന്നവർ വ്യാഴം എവിടെയാണ്, ശനി എവിടെയാണെന്നൊക്കെയാണ് ആദ്യം തന്നെ നോക്കുക, അല്ലെ? 11-ലാണ് ശനി നിൽക്കുന്നത്. മേടക്കൂറുകാർക്ക് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നമ്മുടെ പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക, ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. എന്തായാലും മേടക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈശ്വര സേവയും നാമജപാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ തന്നെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. കാർത്തിക മുക്കാല രോഹിണി മകീരത്തര ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 8-ലും 9-ലുമായിട്ടാണ് നിൽക്കുന്നത്.
15-ാം തീയതിക്ക് ശേഷം സൂര്യൻ 9-ലേക്ക് വരും. 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. 8-ൽ നിൽക്കുമ്പോൾ, അതായത് തിങ്കളാഴ്ച വരെ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ദുരിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 9-ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലവിധേന വ്യാധികൾ വന്നു ചേരുക, ദുരിതങ്ങൾ വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും അത്ര നല്ല ഫലമല്ലല്ലോ, ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അപമാനം എന്ന മോശഫലം ഉണ്ടാവാനിടയുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ സദസ്സുകളിൽ നമ്മൾ പോയി പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇടവക്കൂറുകാർക്ക് 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ. സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള അപമാനം എന്ന മോശഫലം 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മോശഫലത്തിന് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട്. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പലവിധ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുക. നമുക്ക് ആർക്കും ഇഷ്ടമുള്ള ഫലമല്ല 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. 8-ലാണ് ബുധൻ നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യജയം ഉണ്ടാവുക, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക, നമ്മളുടെ കുട്ടികൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കുക, സന്താന സൗഖ്യം വന്നു ചേരുക, സന്താന സുഖം അനുഭവിക്കുക, നമ്മളുടെ ധനത്തിന് വർധനവുണ്ടാവുക, നമ്മളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുക, ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു നിപുണത വന്നു ചേരുക, സാമർഥ്യം ഉണ്ടാവുക. അപ്പോൾ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. കുറച്ചു കാലമായിട്ട് വ്യാഴം 12-ലാണ് നിൽക്കുന്നതെന്ന് പൊതുവിൽ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 6, 8, 12 ഈ ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ മോശഫലത്തെ സൂചിപ്പിക്കുന്നത്. 8-ആണ് ഏറ്റവും കൂടുതൽ മോശഫലത്തെ സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പലവിധേന വഴിനടക്കൽ ഉണ്ടാവുക, അലച്ചിലുണ്ടാവുക, പലവിധേന ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരുക, കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ലല്ലോ. പക്ഷെ നമ്മൾ കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. അപ്പോൾ ഈ 12-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലം മാറുകയും ചെയ്യും, ഈശ്വരാധീനം വന്നു ചേരുകയും ചെയ്യും. 19-ാം തീയതി വരെ 7-ലാണ് ശുക്രൻ നിൽക്കുന്നത്. അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. 8-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗൃഹ ആരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന നമുക്ക് ഇഷ്ടമുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. അതുപോലെ തന്നെ കുറച്ചു കാലമായിട്ട് 10-ലാണ് ശനി നിൽക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 10-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് കണ്ടക ശനി സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഒരു നല്ല ഫലമുണ്ട്, കർമ്മസിദ്ധി ഉണ്ടാവുക. അതായത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ വരും, പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ധനം വന്നു ചേരാത്തൊരു മോശഫലം. അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പണം ചെലവ് വന്നു ചേരുക. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. വിദ്യയ്ക്കും യശസ്സിനും ഒക്കെ ഹാനി ഉണ്ടാവുക, പഠിക്കാൻ തോന്നാതിരിക്കുക. അപ്പോൾ 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് വിദ്യാപരമായിട്ടുള്ള വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു, ശനിയെ കൊണ്ട് മോശഫലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ ഏത് ഫലമാണ് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരിക എന്ന് പ്രത്യേകിച്ച് ആർക്കും സംശയം തോന്നാം, അല്ലെ? അപ്പൊ നമ്മളുടെ ജാതക പ്രകാരം ശനി വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഈ മോശഫലം ഒരു പരിധിവരെ മാത്രമേ നമുക്ക് അനുഭവിക്കാനിട വരുള്ളൂ. അതേപോലെ തന്നെ ബുധൻ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലം നമുക്ക് അനുഭവിക്കാനിട വരും. എന്തായാലും പല ഗ്രഹങ്ങളെ കൊണ്ടും ഇടവക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇടവക്കൂറുകാരുടെ ഗ്രഹപിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെയൊക്കെ അതിനെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം വിസ്യ സർവപാപത്രനാശനം എന്നല്ലേ പറയുന്നത്. എല്ലാ പാപങ്ങളും തീരുന്നർത്ഥം. മകീരത്തര, തിരുവാതിര, പുണർതം, മുക്കാലം മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 7-ലും 8-ലുമായിട്ടാണ് നിൽക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം, അതായത് തിങ്കളാഴ്ച തന്നെ സൂര്യൻ 8-ലേക്ക് വരുന്നു. 8-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 7-ൽ നിൽക്കുമ്പോഴും മോശഫലമാണ്,
എട്ടിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചൊവ്വ ഏഴിലാണ് നിൽക്കുന്നത്, അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഏഴിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും സന്തോഷമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം ഉണ്ടാകുന്നത് എന്ന് സ്വയം മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. കണ്ണിലും ഉദരത്തിലും വ്യാധി ഉണ്ടാകുന്ന ഒരു മോശഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ഏഴിലാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ ഏഴിൽ നിൽക്കുന്നതും കലഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ കലഹം എന്ന മോശഫലം വന്നു ചേരുവാൻ കൂടുതലും സാധ്യതയുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർക്ക് 11ലാണ് വ്യാഴം നിൽക്കുന്നത്. ഏത് ഗ്രഹം 11ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. പ്രത്യേകിച്ചും വ്യാഴം 11ൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രാല് ഇഷ്ടകാര്യ ലാഭം. നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളുടെ ജീവിതത്തിലേക്ക് അത് വന്നു ചേരുക. അതേപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തി, വിചാരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. 19-ാം തീയതി വരെ ശുക്രൻ 6ലും അതിനുശേഷം 7ലേക്കാവും. 6ൽ നിൽക്കുമ്പോഴും 7ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 6ൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. 7ലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ സൂര്യനെ കൊണ്ടും ഈ ഫലത്തെ തന്നെ സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കി ഈ മോശമായിട്ടുള്ള ഫലത്തിനും ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട്. ഇതും പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ൽ ശനി നിൽക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക, അതേപോലെ തന്നെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ തടസ്സപ്പെടുക, സ്വധർമാചരണ വിഘ്നങ്ങൾ വന്നു ചേരുക. മിഥുനക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. പുണർതം കാലപൂയം ആയില്യം കർക്കിടകക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 6ലും 7ലുമായിട്ടാണ് നിൽക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം തന്നെ സൂര്യൻ 7ലേക്ക് വരും. 7ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഉദരവ്യാധി ഉണ്ടാവുക, വഴിനടക്കൽ ഉണ്ടാവുക, അലച്ചിലുണ്ടാവുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ഉദരവ്യാധി വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും 7ലേക്ക് വരുമ്പോൾ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വ 6ൽ നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത അവസ്ഥ, നല്ല ഫലം. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ട് ആയതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. 6ൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത്. കാര്യജയത്തെ സൂചിപ്പിക്കുന്നു, നല്ല ഫലമാണ്. പലവിധ സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കാനിട വരിക. സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, സ്ഥാന ഔന്നത്യം ഉണ്ടാവുക, സ്ഥാനലബ്ധി, സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുക, പ്രമോഷനൊക്കെ ലഭിക്കുന്ന നല്ല ഫലമാണ്. അപ്പോൾ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ 6ൽ ബുധൻ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. കുറച്ചു കാലമായിട്ട് 10ലാണ് വ്യാഴം. കർമ്മവൈകല്യം എന്ന മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ അത്ര നല്ല രീതിയിൽ ശരിയാവാത്ത അവസ്ഥ വരിക, കർമ്മവൈകല്യം ഉണ്ടാവുക, നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നതും നമ്മൾ കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കൂടുതൽ ജപിക്കുന്നതും ഈ 10ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. 19-ാം തീയതി വരെ ശുക്രൻ 5ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കാനിട വരിക, സന്താന ഗുണം അനുഭവിക്കുക, സന്താന ലാഭം ഉണ്ടാവുക. അതായത് നമ്മളുടെ കുട്ടികൾക്ക് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നമുക്ക് നല്ല ഫലമല്ലേ ഉണ്ടാവുക. നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാവിജയം നേടുക, ജോലി ലഭിക്കുക. അപ്പൊ അങ്ങനെയുള്ളൊരു ഫലം 5ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് കർക്കിടകക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ബന്ധു ഗുണം അനുഭവിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ഗുരുജന സന്തോഷം, ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക, അവരിൽ നിന്ന് നമുക്ക് അനുഗ്രഹമൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക. 19-ാം തീയതി വരെയല്ലോട്ടോ ശുക്രൻ 5ല്.
5-ൽ നിൽക്കുമ്പോഴാണ് ഈ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. 19-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കാനിട വരിക, പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. 8-ൽ ശനി നിൽക്കുമ്പോൾ ദൈവാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു. കലഹം ഉണ്ടാവുക, ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്കൊക്കെ പോവാതെ ശ്രദ്ധിക്കുക. ധനത്തിന് ചെലവ് വന്നു ചേരുക, സ്വജനങ്ങളോട് അകന്നു നിൽക്കേണ്ടി വരിക. അപ്പൊ 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും അയ്യപ്പനെയും മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. എന്തായാലും കർക്കിടകക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ തന്നെ, ഈശ്വര സേവയിലൂടെ തന്നെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ തന്നെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മകം പൂരം ഉത്രം കാല ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 5-ലും 6-ലുമായിട്ടാണ് നിൽക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം, അതായത് തിങ്കളാഴ്ച തന്നെ സൂര്യൻ 6-ലേക്ക് വരുന്നു. വളരെ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശത്രു, ദുഃഖ, രോഗ ദുരിതങ്ങള് മോശഫലമായിരുന്നു സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ 6-ലേക്ക് വരുമ്പോൾ നേരെ വിപരീതമായിട്ടുള്ള നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത്. ശത്രു, ദുഃഖ, രോഗശമനം, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീര ഫലം. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും വിധേന വ്യാധികളൊക്കെ, ദുരിതങ്ങൾ ഒക്കെ അനുഭവിച്ചിരുന്നു എങ്കിൽ ആ ദുരിതങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുന്ന ഒരു കാലയളവാണ്. രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു എങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുക. വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് സൂര്യൻ 6-ലേക്ക് വരുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക്. 5-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 5-ൽ ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ല ഫലമല്ല, മാനസികമായിട്ടുള്ള ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുമോ, പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുമോ, മാനസികമായിട്ടുള്ള ഭയം മോശഫലമല്ലേ. പുത്രന്മാർ നിമിത്തം തന്നെ അരിഷ്ടതകൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയും 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. 5-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഭാര്യ പുത്ര കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും സന്തോഷമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഒരു പരിധിവരെ ഇടപെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മോശഫലം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും അല്ലേ. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. സന്താന ഗുണം അനുഭവിക്കുക, സന്താന ലാഭം, സന്താന സൗഖ്യം. നമ്മളുടെ കുട്ടികൾക്ക് വളരെ നല്ല ഫലം വന്നു ചേരുക. നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ഭർത്തൃസുഖം അനുഭവിക്കുക, ഭർത്തൃഗുണം അനുഭവിക്കുക, ഭാര്യാഗുണം അനുഭവിക്കുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, കാര്യസിദ്ധി വന്നു ചേരുക, ആജ്ഞാസിദ്ധി ഉണ്ടാവുക, മറ്റുള്ളവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ച് സാമർഥ്യം വന്നു ചേരുക. 19-ാം തീയതി വരെ ശുക്രൻ 4-ലും അതിനുശേഷം 5-ലേക്കാവും. ചിങ്ങക്കൂറുകാർക്ക് 4-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ബന്ധുജന സഹവാസം, അതായത് നമ്മളുടെ ബന്ധുക്കളോട് കൂടി സുഖമായിട്ട് വസിക്കുക. അപ്പൊ എന്തായാലും നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക, അവരിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക. എത്ര ഗംഭീരമായിട്ടുള്ള ഫലമാണ്. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല ഫലം നമുക്ക് വന്നു ചേരുള്ളൂ. അതേപോലെ തന്നെ സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കുക, സന്താന ലാഭം ഉണ്ടാവുക, സന്താന സൗഖ്യം വന്നു ചേരുക. അതായത് നമ്മളുടെ കുട്ടികൾക്ക് വളരെ നല്ല ഫലത്തെയാണ് 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ബന്ധുഗുണം അനുഭവിക്കുക, ബന്ധുക്കളോട് ചേർന്ന് നിൽക്കുക, നമ്മളുടെ ബന്ധങ്ങൾ ദൃഢമാവുക. 7-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദുർജന സംസർഗം, അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ. കുറച്ചു കാലമായിട്ട് 7-ലാണ് ശനി നിൽക്കുന്നത്. അത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. അതേപോലെ തന്നെ നമുക്ക് തന്നെ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും അലച്ചിലുണ്ടാവുക, ദൂരദേശ യാത്രയൊക്കെ ഉണ്ടാവുക. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പുണ്യമായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്രം മുക്കാല അത്തം ചിത്തിരാര കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 4-ലും 5-ലുമായിട്ടാണ് നിൽക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ 5-ലേക്ക് വരും. 4-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ 5-ലേക്ക് വരുമ്പോൾ ശത്രു, ദുഃഖ, രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്.
4-ൽ നിൽക്കുമ്പോൾ പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. 5-ലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ മഹാദേവനെ പ്രത്യേകിച്ച് മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. നമ്മളിലേക്ക് ഈ ദുരിതം ഒന്നും വന്നു ചേരില്ല. 4-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ദുർജന സംസർഗം ഉണ്ടാവുക, ഉദരരോഗം ഉണ്ടാവുക, അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ദുർജന സംസർഗം എന്ന് പറയുന്നത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഫലമല്ലല്ലോ വരിക. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉദരരോഗം ഉണ്ടാവുക. ഉദരരോഗം ഉണ്ടാവുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ടൊന്ന് ശ്രമിക്കുക. 4-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ധനലാഭത്തെ സൂചിപ്പിക്കുന്നു. ധനം വന്നു ചേരുക, ധനപുഷ്ടി വന്നു ചേരുക, ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക. 4-ൽ ചൊവ്വ നിൽക്കുമ്പോൾ മോശഫലത്തെയും 4-ൽ ബുധൻ നിൽക്കുമ്പോൾ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ ഏത് ഫലമാണ് നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുവാനിടയുള്ളത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം. നമ്മളുടെ ജാതകപ്രകാരം ബുധൻ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബുധനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലമാവും നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനിട വരിക. അതേപോലെ തന്നെ ചൊവ്വ ബലമില്ലാതെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലവും ഒരു പരിധിവരെ നമുക്ക് അനുഭവിക്കാനിട വരും എന്നൊന്ന് മനസ്സിലാക്കുക. വ്യാഴം 8-ൽ നിൽക്കുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കുറച്ചു കാലമായിട്ട് വ്യാഴം 8-ലാണ് കന്നിക്കൂറുകാർക്ക്. ഇതുവരെ അനുഭവിക്കാത്ത പലവിധ ദുരിതങ്ങളും വന്നു ചേരുക, കഠിനമായിട്ടുള്ള വ്യാധികൾ, കഠിനമായിട്ടുള്ള ദുഃഖങ്ങൾ, ഇങ്ങനെ തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ, നാമം ജപിച്ചോളൂ. ഈ വ്യാഴം 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ദുരിതങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല. 19-ാം തീയതി വരെ ശുക്രൻ 3-ലും അതിനുശേഷം 4-ലേക്കാവും. 3-ൽ നിൽക്കുമ്പോഴും 4-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് കന്നിക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ബഹുമാന സിദ്ധി ഉണ്ടാവുക, നമുക്ക് ആദരവ് ലഭിക്കുക. അതേപോലെ തന്നെ ആജ്ഞാസിദ്ധി ഉണ്ടാവുക, നമുക്ക് ഓരോരോ കാര്യങ്ങളും മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ട് വരുന്ന സാമർഥ്യമാണല്ലോ ആജ്ഞാസിദ്ധി. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഫലം ശത്രുനാശം ഉണ്ടാവുക. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത അവസ്ഥ. അപ്പൊ സൂര്യനെ കൊണ്ട് കന്നിക്കൂറുകാർക്ക് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളെ സൂചിപ്പിക്കുന്നു. ശുക്രനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും വന്നു ചേരാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ ഏത് ഫലമാണ് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനിട വരിക? സംശയം തോന്നാം. നമ്മളുടെ ജാതകപ്രകാരം ശുക്രൻ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ശുക്രനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലമാവും അനുഭവിക്കാനിട വരിക. അതേപോലെ തന്നെ സൂര്യനെ കൊണ്ട് സൂര്യൻ മോശമായിട്ടുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മോശഫലത്തെ നമുക്ക് അനുഭവിക്കാനിട വരും എന്നൊന്ന് മനസ്സിലാക്കുക. 6-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടും ശത്രുനാശത്തെ സൂചിപ്പിക്കുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 6-ൽ ശനി നിൽക്കുമ്പോൾ. കുറച്ചു കാലമായിട്ട് കന്നിക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഫലം പ്രദാനം ചെയ്യുന്നത് ശനി 6-ൽ നിൽക്കുന്നതാണ്. രോഗശാന്തി വന്നു ചേരുക. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുന്ന ഒരു കാലയളവാണ് 6-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട്. ശത്രുനാശം, രോഗശാന്തി. എന്തായാലും കന്നിക്കൂറുകാരുടെ ഗ്രഹപിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല് തുലാക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ നിൽക്കുന്നത് 3-ലും 4-ലുമായിട്ടാണ്. 15-ാം തീയതി തിങ്കളാഴ്ച തന്നെ സൂര്യൻ 4-ലേക്ക് വരും. 4-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലവിധേന വിഘ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. അതുകൊണ്ട് തന്നെ ഈ വിഘ്നങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ചൊവ്വ 3-ൽ നിൽക്കുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. 3-ലാണ് തുലാക്കൂറുകാർക്ക് ചൊവ്വ നിൽക്കുന്നത്. ധാതു ദ്രവ്യപ്രാപ്തി ഉണ്ടാവുക, വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ആദായം ലഭിക്കുക കൃഷിയിൽ നിന്ന്. 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുഭയം, ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം. മാനസികമായിട്ടുള്ള ഭയം മോശഫലമാണല്ലോ. 7-ലാണ് വ്യാഴം നിൽക്കുന്നത്, വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വാക് സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക,
അതേപോലെ തന്നെ വേണ്ട സമയത്ത് ആ വേണ്ട ബുദ്ധി വന്നു ചേരുക. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, കാര്യസിദ്ധി വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 19-ാം തീയതി വരെ ശുക്രൻ 2-ലും അതിനുശേഷം 3-ലേക്കാവും. 2-ൽ നിൽക്കുമ്പോഴും 3-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. 2-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക. 2-ാം ഭാവം കൊണ്ടാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ബഹുമാന സിദ്ധി ഉണ്ടാവുക, നമുക്ക് ആദരവ് ലഭിക്കുക, സന്തോഷമുള്ള കുടുംബത്തോടു കൂടി സുഖമായിട്ട് വസിക്കുക, പൊതുവിൽ നല്ല സുഖം അനുഭവിക്കുക. 19-ാം തീയതിക്ക് ശേഷം ശുക്രൻ 3-ലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫല, ശത്രുപരമായിട്ടുള്ള ഒരു ദുരിതങ്ങളും വന്നു ചേരാത്ത അവസ്ഥ, ശത്രുനാശം സംഭവിക്കുക. അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ച് സിദ്ധി വന്നു ചേരുക, ആജ്ഞാസിദ്ധി, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. 2-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ബഹുമാന സിദ്ധി ഉണ്ടാവുക, ആദരവ് ലഭിക്കുക. ഈ ഫലം 3-ൽ നിൽക്കുമ്പോഴും സൂചിപ്പിക്കുന്നുണ്ട്. 5-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. എന്തായാലും തുലാക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ഈശ്വര സേവയും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ, നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. വിശാഖം കാലയാനിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ നിൽക്കുന്നത് 2-ലും 3-ലുമായിട്ടാണ്. 15-ാം തീയതിക്ക് ശേഷം, അതായത് തിങ്കളാഴ്ച തന്നെ സൂര്യൻ 3-ലേക്ക് വരുന്നു. വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതായത് 2-ൽ നിൽക്കുമ്പോൾ മോശഫലത്തെ ആയിരുന്നു സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ ആ വ്യാധികളെല്ലാം മാറുന്ന വളരെ നല്ല ഫലമാണ് 3-ലേക്ക് സൂര്യൻ വരുമ്പോൾ. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീര ഫലം, ധനത്തിന് നല്ല രീതിയിൽ തന്നെ വർധനവുണ്ടാവുക, സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥമെങ്കിൽ പോലും, അത്രയൊന്നുമില്ല എങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല രീതിയിൽ തന്നെ ആരോഗ്യം വന്നു ചേരുക, ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ 2-ൽ നിൽക്കുമ്പോൾ കുറച്ച് രോഗദുരിതങ്ങളെ സൂചിപ്പിച്ചിരുന്നു എങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുന്ന കാലയളവാണ് 3-ലേക്ക് 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ വരുമ്പോൾ. 2-ൽ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത്. അത്ര നല്ല ഫലമല്ല. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 2-ാം ഭാവം കൊണ്ടായതുകൊണ്ട് തന്നെ 2-ൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ ധനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതുണ്ട്, സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോകുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക. അതേപോലെ തന്നെ മനോവിചാര വ്യാധി, വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക. ഒരു കാര്യമില്ലാണ്ട് വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക. 2-ൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത്. 2-ൽ ബുധൻ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നമ്മളുടെ വാക്കുകൾക്ക് സമൃദ്ധി ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ധനസമൃദ്ധി ഉണ്ടാവുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക. അപ്പൊ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. പക്ഷെ വ്യാഴം 6-ൽ നിൽക്കുന്നത് സുഖസാധനങ്ങൾ ഉണ്ടായാൽ പോലും ആ സുഖം അനുഭവിക്കാൻ ഇടയില്ലാത്തൊരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് അനുഭവ ഗുണം വന്നു ചേരാത്ത അവസ്ഥ, അത് മോശഫലമാണല്ലോ. അപ്പൊ ഈ മോശഫലം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. അതായത് മഹാവിഷ്ണു അംശാവതാരങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്യുക. വ്യാഴം 6-ൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 19-ാം തീയതി വരെ ജന്മത്തിലാണ് ശുക്രൻ, അതിനുശേഷം 2-ലേക്കാവും. ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഭാര്യാഭർത്തൃ സംഗമം ഉണ്ടാവുക. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ, അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 2-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക, ബഹുമാന സിദ്ധി ഉണ്ടാവുക, നമുക്ക് ആദരവ് ലഭിക്കുക, സന്തോഷമുള്ള കുടുംബത്തോടു കൂടി സുഖമായിട്ട് ജീവിക്കുക. 4-ൽ ശനി നിൽക്കുമ്പോൾ വൃശ്ചികക്കൂറുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിൽ ദുർബുദ്ധി വന്നു ചേരുക, വേണ്ടാത്ത ബുദ്ധി ആർക്കും വന്ന് ചേരരുതല്ലോ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. എല്ലാവരോടും തന്നെ കലഹം ഉണ്ടാവുക, ഭർത്തൃകലഹം, ഭാര്യാകലഹം, കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സ്വസ്ഥതയും കൂടി ഇങ്ങോട്ട് പോകും. ഒരു പരിധിവരെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു മോശപ്രവൃത്തിയാണ്
നാലിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ഈശ്വര സേവയും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ നാമജപത്തിലൂടെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം യസ്യ സർവപാപത്രനാശനം. നാമജപമാണ് നമ്മളുടെ ദുരിതങ്ങളെ ദുഃഖങ്ങളെ ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായവും ഏറ്റവും ശക്തിയേറിയ ഉപായവും. മൂലം, പൂരാടം, ഉത്രാടം കാല ധനുക്കൂറുകാർക്ക് ഈ വരുന്ന വാരം ജന്മത്തിലും രണ്ടിലുമായിട്ടാണ് സൂര്യൻ നിൽക്കുന്നത്. 15-ാം തീയതി തിങ്കളാഴ്ച തന്നെ സൂര്യൻ രണ്ടിലേക്ക് വരും. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 2-ാം ഭാവം കൊണ്ടായതിനാൽ 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്യരാൽ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം. വിചാരിക്കാതെ തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലം. നേത്രരോഗം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. ജന്മത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ദേഹകാര്യഭംഗം, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരാത്ത അവസ്ഥ. അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മോശഫലത്തെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ ഭദ്രകാളി ഭഗവതിയെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. സൂര്യനെ കൊണ്ട് ശ്രീ മഹാദേവനെയും. ജന്മത്തിൽ ബുധൻ നിൽക്കുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. പക്ഷെ ഓരോ ദുരിതങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണല്ലോ. അപ്പൊ നമ്മളുടെ വാക്കുകൾ നിമിത്തം തന്നെയാണ് കലഹം ഉണ്ടാവുന്നത് എന്ന് തന്നെ മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ മോശഫലം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് പറ്റൂലോ. കുറച്ചു കാലമായിട്ട് 5-ലാണ് വ്യാഴം നിൽക്കുന്നത്. നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5-ൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ പറയുന്നതായിട്ടുള്ള ഫലം എല്ലാം ലാഭമാണ്. ധനലാഭം ഉണ്ടാവുക, ഗൃഹലാഭം ഉണ്ടാവുക, പുത്രലാഭം ഉണ്ടാവുക, പുത്ര സൗഖ്യം ഉണ്ടാവുക, ഭാര്യാസുഖം അനുഭവിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 19-ാം തീയതി വരെ ശുക്രൻ 12-ലും അതിനുശേഷം ജന്മത്തിലേക്ക് വരുന്നു. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 12 നിൽക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യസമൃദ്ധി ഉണ്ടാവുക, നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വസ്ത്രങ്ങൾ അണിയുവാനായിട്ട് സാധിക്കുക. ജന്മത്തിലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്തൃബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ഒന്ന് ശ്രമിച്ചോളൂ. അവരാഗ്രഹിക്കുന്നു എങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് തന്നെ ശനി വളരെ നല്ല സ്ഥാനത്താണ്, നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3-ലാണ് ശനി. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ആരോഗ്യം ഉണ്ടാവുക, രോഗങ്ങളില്ലാത്ത അവസ്ഥ, ധനധാന്യ സമൃദ്ധി, സർവ അഭീഷ്ടസിദ്ധി. ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് നമ്മളിലേക്ക് വന്നു ചേരുക. ആനയെ വാങ്ങുവാൻ ആഗ്രഹിച്ചാൽ അതുവരെ നടക്കുന്നതാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ധനുക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര മകരക്കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് 12-ലും ജന്മത്തിലുമായിട്ടാണ്. 15-ാം തീയതി തിങ്കളാഴ്ച തന്നെ സൂര്യൻ ജന്മത്തിലേക്ക് വരുന്നു. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് തന്നെ കുറച്ച് ക്ഷീണം വരിക, ദേഹപീഠകൾ അനുഭവിക്കുക, കുറച്ച് അലച്ചിലുണ്ടാവുക. 12-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുക. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. 12-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. വ്യാഴം 4-ൽ നിൽക്കുമ്പോൾ ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടതകൾ വന്നു ചേരുക, ഒരേയിടത്തും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. 19-ാം തീയതി വരെ ശുക്രൻ 11-ലും അതിനുശേഷം 12-ലേക്കാവും. 11-ൽ നിൽക്കുമ്പോഴും 12-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് മാത്രം നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മകരക്കൂറുകാർക്ക്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണ് പൊതുവെ സൂചിപ്പിക്കുന്നത് എന്ന് ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ ശുക്രൻ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ധനസമൃദ്ധി ഉണ്ടാവുക, ബന്ധുക്കളിൽ നിന്ന് ഗുണങ്ങൾ അനുഭവിക്കുക, ബന്ധുലാഭം ഉണ്ടാവുക. 12-ലേക്ക് ശുക്രൻ വരുമ്പോഴും ദ്രവ്യസമൃദ്ധി, ധനസമൃദ്ധി, വസ്ത്ര ആദി സമൃദ്ധി. അപ്പൊ ഈ ശുക്രനെ കൊണ്ട് മാത്രമാണ് മകരക്കൂറുകാർക്ക് ഒരു പരിധിവരെ നല്ല ഫലം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ നല്ല ഫലം എങ്ങനെ വന്നു ചേരും? ബാക്കിയുള്ള ഗ്രഹങ്ങളെ കൊണ്ടെല്ലാം മോശഫലമാണല്ലോ സൂചിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ജാതകപ്രകാരം ബുധൻ വളരെ നല്ല സ്ഥാനത്താണ്, നല്ല ബലത്തോടു കൂടിയിട്ടൊക്കെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ
ഈ നല്ല ഫലവും നമുക്ക് ഒരു പരിധിവരെ അനുഭവിക്കാൻ ഇടവരും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ഗ്രഹങ്ങൾ ഓരോരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങൾ ജ്യോതിഷത്തിൽ നമുക്ക് ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വ്യാഴം 4 നിൽക്കുമ്പോൾ മോശഫലത്തെയാണ് സൂചിപ്പിച്ചത്. ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടതകൾ വരിക. 11 നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ബന്ധു ഗുണം അനുഭവിക്കുക, ബന്ധു ലാഭം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശുക്രൻ നമ്മുടെ ജാതകപ്രകാരം വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ബന്ധു ഗുണം അനുഭവിക്കാനിട വരും. ധനസ്ഥാനമായിട്ടുള്ള 2ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ധനപരമായിട്ട് ചെലവുകൾ കൂടുക, ഒരു സുഖക്കുറവ് വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുക. എന്തായാലും മകരക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും നാമജപാദികളും ഈശ്വര സേവയും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം നമ്മളുടെ നാമജപത്തിലൂടെ, നാമസങ്കീർത്തനം യസ്യ സർവപാപത്രനാശനം എന്നല്ലേ പറയുന്നത്, ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഈ കലികാലത്തിൽ നാമജപം. നാമം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ദുരിതം നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം. അവിട്ടത്തറ ചതയം പൂരുരുട്ടാതി മുക്കാല കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ നിൽക്കുന്നത് 11ലും 12ലുമായിട്ടാണ്. 15-ാം തീയതി തിങ്കളാഴ്ച തന്നെ സൂര്യൻ 12ലേക്ക് വരുന്നു. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്ന അവസ്ഥ, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരാത്തൊരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മോശഫലം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. 11ലാണ് ചൊവ്വ നിൽക്കുന്നത്. നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. കുംഭക്കൂറുകാർക്ക് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ പലവിധ സുഖങ്ങൾ അനുഭവിക്കുക. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ആദായം ഉണ്ടാവുക. കൃഷിയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുക. ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ജനപദ അധികാര ലാഭം ഉണ്ടാവുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, നല്ല രീതിയിൽ തന്നെ സുഖം അനുഭവിക്കുക. ബുധൻ 11ലാണ് നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെ തന്നെ വീണ്ടും സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ വാക്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നമ്മളുടെ വാക്കുകൾക്ക് ഒരു വില വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടുകൂടി സുഖമായിട്ട് വസിക്കുക. ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. കുറച്ചു കാലമായിട്ട് വ്യാഴം 3ലാണ്, കാര്യവിനാശത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ മോശഫലം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ പ്രത്യേകിച്ച് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. 19-ാം തീയതി വരെ ശുക്രൻ 10ലും അതിനുശേഷം 11ലേക്കാവും. 10ൽ നിൽക്കുമ്പോൾ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹത്തിന്റെ കൂടെ ഒരു പരിധിവരെ അപമാനമുണ്ട്. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പക്ഷേ 19-ാം തീയതിക്ക് ശേഷം ശുക്രൻ 11ലേക്ക് വരുമ്പോൾ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ദ്രവ്യസമൃദ്ധി ഉണ്ടാവുക, ധനസമൃദ്ധി ഉണ്ടാവുക, ബന്ധുക്കളാലുള്ള ഗുണം അനുഭവിക്കുക. ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക. ധനപരമായിട്ട് ചെലവുകൾ കൂടുക, വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. എത്ര കിട്ടിയാലും അത്ര തന്നെ ചെലവ് വന്നു ചേരുക. പണം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് വേണ്ടപ്പെട്ടവരോട് അകന്നു നിൽക്കേണ്ടി വരിക. കുറച്ചു കാലമായിട്ട് ജന്മത്തിലാണ് ശനിയെന്നും ഈ ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നും പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ആവർത്തന വിരസത പലർക്കും തോന്നാം. പക്ഷേ ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഈ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും കുംഭക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ നാമജപത്തിലൂടെയൊക്കെ അതിനെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പൂരൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് സൂര്യൻ 10ലും 11ലുമായിട്ടാണ് നിൽക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം, അതായത് തിങ്കളാഴ്ച 11ലേക്ക് വരുന്നു.
10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും മീനക്കൂറുകാർക്ക് സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 10-ാം ഭാവത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ എല്ലായിടവും വിജയം ഉണ്ടാവുക, കർമ്മസിദ്ധി ഉണ്ടാവുക. തൊഴിൽ ആഗ്രഹിക്കുന്നവരെ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർക്ക് നല്ല രീതിയിൽ തന്നെ ജോലി ലഭിക്കുവാനായിട്ടുള്ള സൂചനയുണ്ട്. 11-ലേക്ക് വരുമ്പോൾ 10-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ടുള്ള ഫലത്തിന്റെ കുറച്ചും കൂടി വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, ഉദ്യോഗ കയറ്റം ലഭിക്കുക, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ശുഭകർമ്മ ഫലം, നല്ല ഫലം നമുക്ക് വന്നു ചേരുക. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും വിധേന വ്യാധികൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒരു പരിധിവരെ ശമനം വന്നു ചേരുന്ന കാലയളവ്, ഇല്ലാതെയാകുന്ന കാലയളവ്. 10-ൽ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത്. നല്ല ഫലത്തെ തന്നെയാണ് വീണ്ടും സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ ധനം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 10-ൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു. ശത്രുനാശം വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ്. ശത്രുക്കൾ നിമിത്തമുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. വ്യാഴം 2-ലാണ് നിൽക്കുന്നത്. നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ഈശ്വരാധീനം ഉള്ള കാലയളവ്. 19-ാം തീയതി വരെ ശുക്രൻ 9-ലാണ്. അതിനുശേഷം 10-ലേക്കാവും. 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഭാഗ്യസ്ഥാനമാണ് 9. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നമ്മളിലേക്ക് നല്ല ഭാഗ്യങ്ങൾ വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ധർമ്മകാര്യസിദ്ധി ഉണ്ടാവുക, ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 19-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹത്തിൻ്റെ കൂടെ അപമാനമുണ്ട്. കലഹം ഉണ്ടാവുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം ഉണ്ടാവുന്നത് എന്ന് സ്വയം മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ മോശഫലം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കുമല്ലോ. അപമാനം ഉണ്ടാവാനിടയുണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ, സദസ്സുകളിൽ തന്നെ നമുക്ക് പോയി പെടാതിരിക്കുക. 12-ൽ ശനി നിൽക്കുമ്പോൾ കുറച്ചു കാലമായിട്ട് ഈ ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഇടയിടയിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു ചേരുക. ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന്, മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന്. കുറച്ച് അലച്ചിലുണ്ടാകുന്നൊരു ഫലത്തെയാണ് 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈശ്വര സേവയും നാമജപാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ നമ്മളുടെ ഈശ്വര സേവയിലൂടെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ ഗൂഗിൾ പേയും വാട്സപ്പും ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.